ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫോർ ലൂപ്പാണ് എടുത്തത്. ഫോർ ലൂപ്പ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ റേഞ്ച് പറ്റിയിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞിരുന്നു. റേഞ്ച്, അപ്പൊ പുതിയ പൈത്തണിൽ റേഞ്ച് 10 എന്ന് കൊടുത്താൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ നമുക്കത് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ അങ്ങോട്ട് മനസ്സിലാവൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഴയ പൈത്തൺ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ പഴയ പൈത്തനാണ് വിളിക്കുക. ഈ ടെർമിനൽ നിങ്ങൾക്ക് കണ്ടുകൂടെ? ടെർമിനൽ കണ്ടുകൂടെ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഞാൻ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ലിനക്സിലാണ് ഞാൻ പറയുന്നത്, വിൻഡോസിൽ അത് പറ്റില്ല. പഴയ പൈത്തൺ എടുക്കാൻ പോവാണ്. അപ്പൊ അത് വേണ്ടിയിട്ട് ഞാൻ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് കീ 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ടാബ് കീ 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പൈത്തണിന്റെ ഇതിലുള്ള എല്ലാ വെർഷൻസും എഴുതി കാണിക്കും. അപ്പൊ അതിൽ നമുക്ക് പൈത്തൺ 2.7 ഉണ്ട്, പൈത്തൺ 3.7 ഉണ്ട്, പൈത്തൺ 3 ഉണ്ട്, 3.6 ഉണ്ട്. കുറെ വെർഷൻസ് ഉണ്ട് പൈത്തന്റെ. ഇതിലിപ്പോ ഓൾറെഡി ഞാനിപ്പോ പുതിയ പൈത്തൺ അനാക്കോണ്ട വെച്ച് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പഴയ പൈത്തൺ ഓൾറെഡി അതിലുണ്ട്. അതോടൊപ്പം പല വെർഷൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വെർഷൻ ഇതിൽ നിന്ന് എടുക്കാം. ഇവിടെ പൈത്തൺ 2 ഉണ്ട്, 2.7 ഉണ്ട്. അപ്പൊ ഞാൻ പൈത്തൺ 2.7 അടിച്ചു കഴിഞ്ഞാൽ അത് വരും. അതാണ് വരിക. അപ്പൊ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3യും എബവ് 3യും ബിലോ 3യും തമ്മിൽ വ്യത്യാസമുണ്ട് പൈത്തൺ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്താന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ പറയാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം കംഫർട്ടബിൾ ആയപ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. അപ്പൊ ഇതിൽ റേഞ്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. റേഞ്ച് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, ഏത് വാല്യൂസ് ഒക്കെ ഉണ്ടാവുക എന്ന് കാണിച്ചു തരും. കണ്ടില്ലേ? റേഞ്ച് 10 എന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് 0 മുതൽ 9 വരെയുള്ള ഒരു ലിസ്റ്റ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ്. 10 വാല്യൂസ് ഉണ്ടാവും. അത് സ്റ്റാർട്ട് ചെയ്യണത് 0-ലായിരിക്കും, എൻഡ് ചെയ്യണത് 10 വാല്യൂസ് കഴിയുമ്പോൾ എൻഡ് ചെയ്യും. ഇൻക്രിമെന്റ് 1 ആയിരിക്കും. ഓരോ അടുത്തടുത്ത വാല്യൂസ് തമ്മിലുള്ള ഇൻക്രിമെന്റ് 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ റേഞ്ച് ഫംഗ്ഷന് ഇപ്പോ ഞാൻ ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടുള്ളൂ, 10 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ വേറെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് കാണിക്കും. ഇപ്പൊ ഞാൻ 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, 0 തുടങ്ങി 6 വരെ കാണിക്കും. ഞാൻ ഫോണിനൊന്നും കൂടെ വലുതാക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫോണ്ട് ഇത്തിരി കൂടെ വലുതായി തോന്നും. റേഞ്ച് 7 കൊടുത്താൽ 0 മുതൽ 6 വരെ 1 ഇൻക്രിമെന്റിൽ കാണിക്കും. അപ്പൊ ഇപ്പൊ ഒരു ഇൻക്രിമെന്റ് ഞാൻ കൊടുത്തിട്ടുള്ളൂ റേഞ്ച് ഫംഗ്ഷൻ. പക്ഷെ റേഞ്ചിന് ശരിക്കും പറഞ്ഞാൽ 3 ആർഗ്യുമെന്റ് വരെ ആവാം. അപ്പൊ ഞാൻ അടുത്ത എക്സാമ്പിൾ കാണിച്ചു തരാം. റേഞ്ച് അപ്പൊ ഈ നമ്മൾ ഫോർ ലൂപ്പില് ഈ റേഞ്ച് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഐ ഇൻ റേഞ്ച് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0 മുതൽ 6 വരെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഉണ്ടാവുക. ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് 7 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0, 1, 2, 3, 6 വരെ വാരി ചെയ്യും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൂപ്പിൽ എഴുതാം, കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന് 2 ആർഗ്യുമെന്റ് ആയിട്ട് കാണിച്ചു തരാം. റേഞ്ച് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ നമ്മൾ 2 ആർഗ്യുമെന്റ് കൊടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, 5,10 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ റിസൾട്ട് നോക്കൂ. 5 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് വാല്യൂ ഉണ്ടാവും. മാത്രമല്ല 10 - 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അപ്പൊ 5 വാല്യൂസ് എഴുതി കാണിക്കും. നേരത്തെ 10 മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇനീഷ്യൽ വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. സെക്കൻഡ് ആർഗ്യുമെന്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കിപ്പോ ആദ്യത്തെ പോലെ തന്നെ വരണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. റേഞ്ച് 5 to 10 1 to 10 കൊടുത്താൽ 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ 9-ൽ അവസാനിക്കും. റേഞ്ച് 1,10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ൽ സ്റ്റാർട്ട് ചെയ്യും, 10 - 1 വാല്യൂസ് എഴുതി കാണിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇൻക്രിമെന്റ് 1.
അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ റേഞ്ച് 10ന്റെ അതേ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളിവിടെ റേഞ്ച് 0,10 എന്ന് എഴുതണം. കണ്ട 0,10 എന്ന് എഴുതി കഴിഞ്ഞാൽ 0യിൽ സ്റ്റാർട്ട് ചെയ്യും. 10 - 0 10 വാല്യൂസ് എഴുതി കാണിക്കും. അപ്പൊ റേഞ്ച് 10ഉം റേഞ്ച് 0,10നും ഒരേ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിയർ ആയോ? റേഞ്ച് ഫംഗ്ഷൻ നന്നായി മനസ്സിലാക്കി എടുക്കുക. ഇത് തന്നെയാണ് പുതിയ പൈത്തണിൽ ഉണ്ടാവുന്നത് കേട്ടോ. പുതിയ പൈത്തൺ പക്ഷെ അത് വേറെ രീതിയിലാണ് അത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് മാത്രം. റിസൾട്ട് ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പഠിക്കാൻ നല്ലത് പഴയ പൈത്തണിൽ വേറെ രീതി നല്ല രീതിയിൽ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അത് ഡിസ്പ്ലേ വരും. ഇനി മൂന്നാമത്തെ ആർഗ്യുമെന്റ് കൊടുത്തു. അപ്പോഴേ സർ ഡൗട്ട്, പുതിയ പൈത്തണിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? പുതിയ പൈത്തണിൽ ഇതുപോലെയാണ് അതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഓക്കെ സർ. അപ്പൊ അതായത് നമ്മളൊരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇന്റേണലി എന്താ സംഭവിക്കണേന്നാണ് ഞാനിപ്പോ കാണിക്കുന്നത്. പുതിയ പൈത്തണിൽ ഇതുപോലെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ റേഞ്ച് വെറുതെ ഞാൻ നേരത്തെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണേ റേഞ്ച് 10 എന്ന് കൊടുത്താൽ അത് റേഞ്ച് 0,10 ഈക്വാലന്റ് ആണെന്ന് എഴുതി കാണിക്കണം. കണ്ടില്ലേ? ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ? റേഞ്ച് 10 പുതിയ പൈത്തനാണ്. 10 എഴുതി കഴിഞ്ഞാൽ അവിടെ എഴുതി കാണിക്കുന്നത് റേഞ്ച് 0,10 എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് കൊടുത്തത് തന്നെയാണ്. ഇന്റേണലി സംഭവിക്കുന്നത് ഇതാണ്. ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. അത് ഉണ്ടാവണത് നമ്മൾ 2 ആർഗ്യുമെന്റ് കൊടുത്താൽ ആദ്യത്തെ ആർഗ്യുമെന്റ് ആയിരിക്കും സ്റ്റാർട്ടിങ് വാല്യൂ. പിന്നെ സെക്കൻഡ് ആർഗ്യുമെന്റ് മൈനസ് ഫസ്റ്റ് ആർഗ്യുമെന്റ് അത്രയും നമ്പർ ഓഫ് വാല്യൂസ് കാണിക്കും. ഇൻക്രിമെന്റ് 1 ആയിരിക്കും. അത് ക്ലിയർ ആണോ? ഞാൻ മൂന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് കൂടെ കൊടുക്കാം. 0,10 തന്നെ. പക്ഷെ ഞാൻ അവിടെ കോമ ഇട്ടിട്ട് ഞാൻ 2 കൊടുത്തു. 2 എന്ന് മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ആണ്. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ 1 ആണ് ഇൻക്രിമെന്റ്. അതുകൊണ്ടാണ് നമുക്ക് 9, 10 വാല്യൂസ് അവിടെ കിട്ടിയത്. ഇനി നമ്മൾ മൂന്നാമത്തെ ആർഗ്യുമെന്റും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം 0യിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നത്തെ വാല്യൂ 2 ആയിരിക്കും. 2, 4, 6 അങ്ങനെ അത് എഴുതി പോകും. കണ്ട? അപ്പൊ എത്ര വാല്യൂസ് ഉണ്ടാവുള്ളൂ? 5 വാല്യൂസ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ 10 - 0 ഡിവൈഡഡ് ബൈ 2 പോലെ ഏകദേശം അങ്ങനെ നമുക്ക് കണക്കാക്കാം. 10 - 0 ഡിവൈഡഡ് ബൈ 2 5 വാല്യൂസ് ഉണ്ടാവുള്ളൂ. 0യിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 2 ഇൻക്രിമെന്റിൽ പോകും. പക്ഷെ എൻഡിങ് വാല്യൂ 8 ആയിരിക്കും. നേരത്തെ 9 ആണ്, പക്ഷെ ഇപ്പൊ 8 ആണ്. ഇനി നമുക്ക് പഴയത് തന്നെ കിട്ടണമെങ്കിലോ, മുമ്പ് എഴുതിയ പോലെ തന്നെ കിട്ടണമെങ്കിൽ ഇൻക്രിമെന്റ് 1 ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് മുമ്പ് എഴുതിയ പോലെ തന്നെ കിട്ടും. അത് മൂന്നാമത്തെ ആർഗ്യുമെന്റ് പറഞ്ഞില്ലെങ്കിലും ഇൻക്രിമെന്റ് ബൈ ഡിഫോൾട്ട് 1 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? റേഞ്ച് ഫംഗ്ഷന്റെ ഐഡിയകൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതില് മൈനസ് ഒക്കെ വേണമെങ്കിൽ കൊടുത്തു നോക്കാം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഇൻക്രിമെന്റ് ഇപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുക, ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? റേഞ്ച് 0,10,3 റിസൾട്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഇതാണ്. 0യിൽ സ്റ്റാർട്ട് ചെയ്യും, +3 അങ്ങനെ പോവും. ഓക്കെ. അപ്പൊ ഇവിടെ 10 - 0/3 വാല്യൂസ് അല്ല കാണിക്കുന്നത്. 10 - 0/3 എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് എത്രയാണ്ട് വരും. പക്ഷെ 4 വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. ഈ 10 വിട്ട് കൂടി പോവില്ല. മനസ്സിലായില്ലേ? 10 എന്തായാലും വരില്ലേ ലാസ്റ്റ്. അപ്പൊ റേഞ്ചിനുള്ളത് 3 ആർഗ്യുമെന്റ്സ് ആണ്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താ കാണിക്കണേ? സ്റ്റാർട്ടിങ് വാല്യൂ. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താ കാണിക്കണേ? സെക്കൻഡ് ആർഗ്യുമെന്റ് കാണിക്കുന്നത് അതിനേക്കാൾ ചെറിയ വാല്യൂസ് ആണ് ഇത് കാണിക്കുള്ളൂ എന്നാണ് കാണിക്കുന്നത്. 10 ആണെങ്കിൽ 10നേലും ചെറുതായിരിക്കും കാണിക്കുക. മനസ്സിലായില്ലേ? സെക്കൻഡ് ആർഗ്യുമെന്റ് 10 ആണെങ്കിൽ 10നേക്കാൾ ചെറുത് കാണിക്കും. പിന്നെ ഇൻക്രിമെന്റ് മൂന്നാമത്തെ ആർഗ്യുമെന്റ് കാണിക്കുന്നത് ഇൻക്രിമെന്റ് ആണ്. അത് സ്റ്റാർട്ടിങ് വാല്യൂവിൽ നിന്ന് ആ ഇൻക്രിമെന്റ് അനുസരിച്ചിട്ട് കൂടി ഇങ്ങനെ പോവും. സെക്കൻഡ് ആർഗ്യുമെന്റിനേക്കാൾ തൊട്ട് താഴെ വരെ എത്തും. 3 ആർഗ്യുമെന്റ് മനസ്സിലായില്ലേ? ഒരു ഡൗട്ട്.
പറഞ്ഞു പറഞ്ഞു. നമ്മളിവിടെ 0 to 10 അല്ലേ കൊടുത്തത്, അതായത് അസെൻഡിങ് ഓർഡറിലാണ് പ്രിന്റ് ചെയ്ത് പോകുന്നത്. നേരെ തിരിച്ചു കൊടുക്കാൻ പറ്റും, അതായത് അത് നല്ല ചോദ്യം. നോക്കൂ, ഞാൻ തിരിച്ചു കൊടുക്കാം. അതായത് 10 തുടങ്ങി 0 വരെ ആക്കാം. 10 തുടങ്ങി 0 വരെ ആക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ഇൻക്രിമെന്റ് പറഞ്ഞിരിക്കണം, -1 എന്ന് പറയണം. കണ്ട, 10 തുടങ്ങി 0 വരെ ആക്കാം, -1 ഇൻക്രിമെന്റ് കൊടുക്കണം. പക്ഷെ ഇൻക്രിമെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക നോക്കാം. കണ്ട, ഇൻക്രിമെന്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ വെറുതെ 10,0 എന്ന് എഴുതി കഴിഞ്ഞാൽ എം ടി ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, ഒന്നും ചെയ്യില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആയി. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ചോദ്യമായിട്ട് ചോദിക്കാം. റേഞ്ച് 10,0, -1 എത്രയായിരിക്കും ഉത്തരം? അപ്പൊ 10, 9 അങ്ങനെ പോയി 0 എത്തില്ല. 0ന്റെ തൊട്ട് മുമ്പ് വരെയുള്ള 1 വരെയുള്ള വാല്യൂസ് വരെ എത്തും. -1 ആയിരിക്കും ഇൻക്രിമെന്റ്. അതുപോലെ ഇവിടെ -2 കൊടുത്താൽ അതനുസരിച്ചിട്ട് മാറും. കേട്ടാ, 10, 8, 6, 4, 2. ഈ വേണമെങ്കിൽ രണ്ടും മൈനസ് കൊടുക്കാം, എല്ലാം മൈനസ് കൊടുക്കാം, അങ്ങനെയും കുഴപ്പമില്ല, കൊടുക്കാം. അതായത് ഞാൻ ഇവിടെ എഴുതാം, റേഞ്ച് -10 തുടങ്ങി -100 വരെ, ഇൻക്രിമെന്റ് -20 എത്രയെങ്കിലും ഇങ്ങനെ കൊടുക്കാം. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചാലാണ് ഇത് മനസ്സിലാവും, ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ -10 തുടങ്ങി -30, -50, -70, -90 വരെ പോകും. കണ്ടില്ലേ? അപ്പൊ ഇത് ഈ റേഞ്ച് സാധാരണ ഒരു റേഞ്ച് ഫംഗ്ഷൻ ഉണ്ടാക്കുക എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആണ്. അത് ആ ലിസ്റ്റിലെ വാല്യൂസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ കൊടുത്തിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആർഗ്യുമെന്റ് കൊടുക്കാം, 2 എണ്ണം കൊടുക്കാം, 3 എണ്ണം കൊടുക്കാം. ഓരോന്ന് കൊടുക്കുമ്പോഴും അതനുസരിച്ച് ഔട്ട്പുട്ട് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. സിംഗിൾ ആർഗ്യുമെന്റ് ആണെങ്കിൽ നോർമലി 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് ആ വാല്യൂവിന്റെ തൊട്ട് താഴെയുള്ള വാല്യൂ വരെ -1 ഇൻക്രിമെന്റ് ആയിരിക്കും, തൊട്ട് താഴെയുള്ള വാല്യൂ വരെ എത്തും. 2 ആർഗ്യുമെന്റ് കൊടുത്താൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് സ്റ്റാർട്ടിങ് വാല്യൂ, സെക്കൻഡ് ആർഗ്യുമെന്റ് എൻഡിങ് വാല്യൂ -1 അത്രയും ആയിട്ട് അത് എൻഡ് ചെയ്യും, 1 ഇൻക്രിമെന്റ് ആയിട്ട് എടുക്കും. 3 എണ്ണം കൊടുത്താൽ മൂന്നാമത്തെ വാല്യൂ ഇൻക്രിമെന്റ് ആയിട്ട് എടുക്കും, ഫസ്റ്റും സെക്കൻഡും നേരത്തെ പറഞ്ഞ പോലെ എടുക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോർ ലൂപ്പ് നമ്മൾ എക്സാമ്പിൾ ഏതാ ചെയ്ത ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഫോർ I in range എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,4 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എന്നിട്ട് നമ്മൾ കോളൻ ഇടുക. For I in range 1,4 എന്ന് എഴുതി. അപ്പൊ അത് ലൂപ്പ് ആയതുകൊണ്ട് നമ്മൾ കോളൻ ഇട്ടു. എന്നിട്ട് നമ്മൾ അവിടെ ടാബ് അടിച്ചിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യാം. പ്രിന്റ് ഐയുടെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ഐ എന്ന് കൊടുക്കുക, അല്ല കെ അല്ല ഐ, പ്രിന്റ് ഐ കൊടുക്കുക. അപ്പൊ അടുത്ത എൻട്രിയിൽ അതിന്റെ ഐയുടെ വാല്യൂസ് പ്രിന്റ് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ റേഞ്ച് കൊടുക്കണ അതേ വാല്യൂസ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക. കണ്ട 1, 2, 3 എന്ന് പ്രിന്റ് ചെയ്യും. ഇത് നമ്മൾ വെറുതെ റേഞ്ച് 1,4 അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പ്രിന്റ് ചെയ്യുക. റേഞ്ച് 1,4 എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് തന്നെയാണ് പ്രിന്റ് ചെയ്യുക. കേട്ടാ, 1, 2, 3 എന്നുള്ള ലിസ്റ്റ് തന്നെയാണ് പ്രിന്റ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് പഴയ പൈത്തണിലുള്ള ഒരു ഫീച്ചർ കാണിച്ചു തരാം. ഫോർ I in range ഒരു 50 ആയിക്കോട്ടെ, 50 എണ്ണം പ്രിന്റ് ചെയ്യട്ടെ.
അല്ല 50 എണ്ണല്ല, അതിന്റെ 49 എത്രയാണെന്ന് വെച്ചാൽ അത്ര എണ്ണം പ്രിന്റ് ചെയ്യട്ടെ. പക്ഷെ അവിടെ ഞാൻ പ്രിന്റ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടി വരെ പോകും. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് വാല്യൂ കാണാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഒരു അപ്പൊ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതെന്തുണ്ടാവുക, ഞാൻ കാണിച്ചു തരാം. എന്താ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് വാല്യൂ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അത് സ്ക്രോൾ ചെയ്ത് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പഴയ പൈത്തണിലുള്ള ഓപ്ഷനാണ് കേട്ടോ, പുതിയതിൽ ഇങ്ങനെയല്ല. ഒരു കോമ ഇട്ടാൽ മതി. പ്രിന്റ് ആയി കഴിഞ്ഞ ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ വേണ്ട, അത് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ പ്രിന്റ് ആയി കഴിഞ്ഞിട്ട് ഇത് പുതിയ പൈത്തണിൽ ഇല്ല കേട്ടോ. പുതിയ പൈത്തണിൽ വേറെ മെത്തേഡാണ്, ഹൊറിസോണ്ടൽ ആയിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് വേറെ ഓപ്ഷനാണ്. ഇങ്ങനെയല്ല പ്രിന്റ് ചെയ്യുക. ഈ കോമ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഞാനിപ്പോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ പൈത്തണാണ്. ഓക്കെ, പുതിയ പൈത്തണിൽ അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് കോമ ഇട്ട് കഴിഞ്ഞാൽ എററാണ് കാണിക്കുക. അത് ഞാൻ പറഞ്ഞു, പഴയതും പുതിയതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ചില കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ ഇത് കളഞ്ഞിട്ട് പുതിയ പൈത്തണിലേക്ക് തന്നെ പോവാൻ കാരണം ഞാൻ അതാണ് നിങ്ങൾ അധികം പഠിപ്പിക്കണേ. അപ്പൊ ഇനി ഞാൻ വെറുതെ പൈത്തൺ അടിച്ചാൽ മതി. വെറുതെ പൈത്തൺ അടിച്ചു കഴിഞ്ഞാൽ അത് വന്നത് 3.7 വെർഷൻ ആണ്. അതില് ഞാൻ റേഞ്ച് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ റേഞ്ച് 1,50 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എഴുതി കാണിക്കുക. അത് ലിസ്റ്റ് ആയിട്ടല്ല കാണിക്കുക, പക്ഷെ ഉള്ളിൽ നടക്കുന്നത് ഇതുപോലെയാണ്. നേരത്തെ എഴുതിയ പോലെ 1 തുടങ്ങി 49 വരെയുള്ള വാല്യൂസ് ആണ് ആ ഒരു ഉള്ളിൽ ജനറേറ്റ് ചെയ്യുക. അത് നമ്മള് ഐയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം. അതിനാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുക. ഫോർ ഐ ഇൻ റേഞ്ച് 1,50 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർ ജെ ഇൻ റേഞ്ച് 1,50 എന്ന് പറഞ്ഞാൽ ഐയോ ജെയോ എത്രയാണെന്നുണ്ടെങ്കിൽ അത് 1 തുടങ്ങി 49 വരെ വാരി ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്കപ്പോൾ കൃത്യമായിട്ട് അറിയാം ഈ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും നമുക്കറിയാം. അല്ല, 1 തുടങ്ങി 49 വരെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യം അറിയാം ലൂപ്പ് 49 തവണ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയാ ഡെഫിനിറ്റ് ലൂപ്പ് എന്നാണ് പറയാ ഫോർ ലൂപ്പിന്. ഫോർ ലൂപ്പിൽ എത്ര തവണയാണ് ഈ ഐറ്ററേഷൻ നടക്കുക നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ റിപ്പീറ്റേഷൻ ഒരേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയാ, ഐറ്ററേഷൻ എന്ന് പറയാം. അപ്പൊ അത് എത്ര പ്രാവശ്യമാണ് നടക്കണേന്ന് ഫോർ ലൂപ്പ് കൃത്യമായിട്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഐറ്ററേഷൻ എത്ര പ്രാവശ്യം നടക്കണമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോർ ലൂപ്പാണ്. കാരണം ഫോർ ലൂപ്പ് ഡെഫിനിറ്റ് ലൂപ്പ് എന്നാണ് പറയാ. അതായത് നമ്പർ ഓഫ് ഐറ്ററേഷൻസ് നോൺ ആണ്, ഡെഫിനിറ്റ് ആണ്. സോ വൈൽ ലൂപ്പ് ഇൻഡെഫിനിറ്റ് ലൂപ്പ് എന്നാണ് അതിന് പറയാം. നമുക്ക് എത്ര പ്രാവശ്യമാണ് നമുക്കത് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കുറെ പ്രാവശ്യം ചെയ്യണം, അത്രേ അറിയുള്ളൂ നമുക്ക്. അതിന്റെ കണ്ടീഷൻ നമ്മൾ പറയും, എറർ ഇത്ര ആവണ വരെ ചെയ്യൂ എന്നൊക്കെ പറയാം. പക്ഷെ എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിയില്ല. നമ്മൾ പറയും എറർ 0.00003 ആവണ വരെ ചെയ്യൂ എന്ന്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞൂടാ. ക്ലിയർ ആണോ? അങ്ങനെയുള്ള കേസിൽ നമ്മൾ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുക. ഇപ്പൊ രണ്ട് ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഫോർ ലൂപ്പ് ഡെഫിനിറ്റ് ലൂപ്പാണ്. നമ്പർ ഓഫ് ഐറ്ററേഷൻസ് നോൺ ആണെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. നമ്പർ ഓഫ് ഐറ്ററേഷൻസ് അൺനോൺ ആണെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുക. മുൻകൂട്ടി നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതിന്റെ എറർ ഇത്ര ആവണ വരെ, ഇത്ര ഡെസിമൽ അക്യുറസി കിട്ടുന്ന വരെ റിപ്പീറ്റ് ചെയ്യൂ എന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ അതാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എറർ എത്രയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എറർ അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇതിപ്പോ പുതിയ പൈത്തണിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഈ ഫോർ ലൂപ്പ് അല്ല, ഈ റേഞ്ച് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ മാത്രമല്ല ഐറ്ററേറ്റ് ചെയ്യാം, ഏത് ലിസ്റ്റിൽ വേണമെങ്കിലും ഐറ്ററേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, എ ഈക്വൽ ടു, അതില് സ്ട്രിങ്ങിന്റെ ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം മേരി എന്ന് എഴുതി, മേരി കോമ
അടുത്ത സ്ട്രിങ് മേരി ഹാഡ് കോമ എ കോമ ലിറ്റിൽ ലാംപ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രിങ്. ഞാൻ ആ സോങ്ങിനെ മൊത്തം ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ലിറ്റിൽ ലാംപ്, മേരി ഹാഡ് എ ലിറ്റിൽ ലാംപ്, അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? എ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. ലിസ്റ്റിലുള്ളത് എല്ലാം സ്ട്രിങ് ആണ്. മേരി ഹാഡ് എ ലിറ്റിൽ ലാംപ്, മേരി ഒരു സ്ട്രിങ് ആണ്, ഹാഡ് ഒരു സ്ട്രിങ് ആണ്, എ ഒരു സ്ട്രിങ് ആണ്. എല്ലാത്തിനും ഞാൻ കോഡ്സ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതെല്ലാം സ്ട്രിങ് ആണ്. മനസ്സിലായില്ലേ? ഇനി ഇത് വേണമെങ്കിൽ എനിക്ക് ഈ സ്ട്രിങ്ങിൽ വേണമെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്പർ മാത്രം, നേരത്തെ പറഞ്ഞ പോലെ നമ്പറിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുക. നമുക്കറിയാം ഈ LEN ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെങ്ത് കിട്ടും. ഈ ലിസ്റ്റിന്റെ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് കിട്ടും. LEN A എന്ന് വെച്ചാൽ എത്രയാ? 5 എന്ന് വെച്ചാൽ മേരി 1, ഹാഡ് 2, അങ്ങനെ 5 ഐറ്റമാണ് അതിലുള്ളത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ലിസ്റ്റിൽ ഐറ്ററേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യാം. മേരിയുടെ ഇൻഡെക്സ് എത്രയായിരിക്കും? ഇൻഡെക്സ് എത്ര സ്റ്റാർട്ട് ചെയ്യാം? സ്ട്രിങ് ആണെങ്കിലും ലിസ്റ്റ് ആണെങ്കിലും ഇൻഡെക്സ് എത്ര? 0 സ്റ്റാർട്ട് ചെയ്യാം. മേരിയുടെ ഇൻഡെക്സ് 0, ഹാഡിന്റെ ഇൻഡെക്സ് 1, അങ്ങനെ ലാമ്പിന്റെ ഇൻഡെക്സ് 4. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഞാൻ ഈ എ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഐറ്ററേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ലൂപ്പ് എഴുതിയിട്ട് നോക്കിക്കോ. അപ്പൊ ഞാൻ അതിൽ എഴുതി ഫോർ I അല്ലെങ്കിൽ J ഇൻ റേഞ്ചിൽ ഞാൻ എന്ത് എഴുതി? ഈ LEN A എന്ന് എഴുതി. LEN A എന്ന് എഴുതി. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താ വരിക? LEN A യുടെ വാല്യൂ 5 ആണ്. അപ്പൊ ഫോർ J ഇൻ റേഞ്ച് 5 എന്ന് പറഞ്ഞിട്ട് വരും. അതാണ് അവിടെ ഉണ്ടാവുക. ഫോർ J ഇൻ റേഞ്ച് 5 എന്നാണ് അവിടെ വരിക. കാരണം LEN A യുടെ വാല്യൂ 5 ആണ്. അപ്പൊ ഞാൻ അവിടെ പറയാണ് പ്രിന്റ് എന്തൊക്കെ പ്രിന്റ് ചെയ്യണം? J പ്രിന്റ് ചെയ്യണം, പിന്നെ A എന്നല്ല ലിസ്റ്റിന്റെ പേര്. അപ്പൊ എയുടെ ഓരോ എലമെന്റിനെയും പ്രിന്റ് ചെയ്യണം. A ഓഫ് J യും പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു. ഇത് മനസ്സിലായോ? ഇപ്പൊ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? അടുത്ത എൻട്രിയിൽ ഞാൻ ഇതെല്ലാം പ്രിന്റ് ചെയ്യും. J എന്ന് പറഞ്ഞാൽ ഈ LEN A എന്ന് പറഞ്ഞ റേഞ്ച് 5 എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ വാല്യൂസ് വരിക? 0, 1, 2, 3, 4 വരും. അപ്പൊ ജെയുടെ വാല്യൂ അതായിരിക്കും. 0, 1, 2, 3, 4 വരെ വരും. അപ്പൊ പ്രിന്റ് J എന്ന് പറഞ്ഞോടത്ത് 0, 1, 2, 3, 4 വരും. A ഓഫ് J എന്ന് പറഞ്ഞാൽ A ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ. A ഓഫ് 0 എന്ന് പറഞ്ഞാൽ മേരി, A ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഹാഡ്, A ഓഫ് 2 എന്ന് പറഞ്ഞാൽ A ഓഫ് 3 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ, A ഓഫ് 4 എന്ന് പറഞ്ഞാൽ ലാംപ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് കാണാം. വേണ്ട, ഫസ്റ്റ് കോളത്തിൽ മുഴുവൻ ഇൻഡെക്സ് എഴുതി, സെക്കൻഡ് കോളത്തിൽ മുഴുവൻ എലമെന്റ്സിന്റെ വാല്യൂ, അത് സ്ട്രിങ് ആണ്, സ്ട്രിങ്ങിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഒരു റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ അല്ല, ഫോർ ലൂപ്പിന് വേണമെങ്കിൽ ഏത് ലിസ്റ്റിൽ വേണമെങ്കിൽ ഐറ്ററേറ്റ് ചെയ്യാം. റേഞ്ചിലാണ് ഉപയോഗിക്കുക സാധാരണ റേഞ്ച്. പക്ഷെ അത് വേണമെങ്കിൽ റേഞ്ചിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലിസ്റ്റിന്റെ ലെങ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആ ലിസ്റ്റിലെ എലമെന്റ്സ് ഒക്കെ കിട്ടും. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആയി. അപ്പൊ ഇനി അടുത്ത നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതായത് അതായത് ഇപ്പൊ നമ്മൾ ഒരു നമ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 3 എന്നുള്ള നമ്പർ റീഡ് ചെയ്തു എങ്കിൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പ്രിന്റ് ചെയ്യാം.
1 into സാധാരണ ചെറിയ കുട്ടികൾ പഠിക്കില്ലേ, 3 1s are 3, 3 2s are 6, അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമല്ലോ നമുക്ക്. അപ്പൊ അത് പ്രിന്റ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർ ലൂപ്പ് ഉപയോഗിച്ചും പ്രിന്റ് ചെയ്യണം, വൈൽ ലൂപ്പ് ഉപയോഗിച്ചും പ്രിന്റ് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് അപ്പൊ അസൈൻമെന്റ് ആയിട്ട് തരാം. ഞാൻ ഇത് പറഞ്ഞു തന്നാൽ നിങ്ങൾ പഠിക്കില്ല. അപ്പൊ നിങ്ങൾ ഇത് തന്നെ ആലോചിക്കണം. കാര്യം മനസ്സിലായല്ലോ? ഒരു നമ്പർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഒരു 12 വരെ ആയിക്കോട്ടെ, 12 ഇൻറ്റു ആ നമ്പർ വരെ എത്ര എഴുതാൻ പറ്റും, അത് ശരിക്കും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, അതായത് ഇങ്ങനെ വരണം. ഔട്ട്പുട്ട് എങ്ങനെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എക്സ് ഇട്ടാലും മതി, ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് ഇടാം. ഇവിടെ 3 ഇൻറ്റു 1 ഈക്വൽ ടു 3 ഇങ്ങനെ വരണം. അത് കഴിഞ്ഞ് അതിന്റെ അടിയിൽ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6, 3 ഇൻറ്റു 3 ഈക്വൽ ടു 9, അങ്ങനെ 12 വരെ എഴുതി പോണം. ടാസ്ക് മനസ്സിലായോ? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും വെച്ചിട്ട് ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് 12 വരെ പ്രിന്റ് ചെയ്യാം. അതാണ് നിങ്ങളുടെ അടുത്ത ടാസ്ക്. എല്ലാവരും തന്നെ ആലോചിക്കണം കേട്ടോ. വേറെ ആളുടെ സഹായം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കില്ല് കിട്ടില്ല. തന്നെ ആലോചിച്ച്, ഇപ്പൊ ഞാൻ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും പറഞ്ഞു, രണ്ടു വെച്ചിട്ടും ചെയ്യണം. അത് ഞാൻ കൃത്യം പറഞ്ഞിട്ടുണ്ട്, 12 വരെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 വേണ്ട, 3 ഇൻറ്റു 0 0 വേണ്ട, 3 ഇൻറ്റു 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, 3 ഇൻറ്റു 12 വരെ പോണം. ക്ലിയർ ആയില്ലേ? 3 ഇൻറ്റു 12 വരെ പോകണം എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 11 വരെ പോകരുത്, അല്ലെങ്കിൽ 3 ഇൻറ്റു 13 വരെ പോകരുത്. പ്രോഗ്രാമറുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അതാണ് നിങ്ങളിപ്പോ 3 ഇൻറ്റു 13 വരെ ഞാൻ ചെയ്തിട്ട് 3 ഇൻറ്റു 13 വരെ പോയി, അതിനിപ്പോ എന്താ കുഴപ്പം? 3 ഇൻറ്റു 12 വരെ അവിടെ ഉണ്ടല്ലോ, അത് എടുത്താൽ പോരെ, അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. 3 ഇൻറ്റു 12 വരെ ചെയ്യാൻ പറഞ്ഞാൽ 3 ഇൻറ്റു 12 വരെ തന്നെ ചെയ്യണം. അത് 3 ഇൻറ്റു 11 പറ്റില്ല, 3 ഇൻറ്റു 12 പറ്റില്ല, 13 പറ്റില്ല. മനസ്സിലായില്ലേ? പ്രോഗ്രാമറുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് കിട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എഴുതിയത് 3 ഇൻറ്റു 13 വരെ പോയി മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മാർക്ക് കുറയും. അത് വരാൻ പാടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഫോർ ലൂപ്പ് എങ്ങനെയാണ്, എവിടെ വെച്ചാണ് അവസാനിക്കണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനില്ല, അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് പുതിയ വേറൊരു ഐഡിയ ആണ്. ഈ മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഇഫ് ഒക്കെ പഠിപ്പിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 3 കൺട്രോൾ സ്ട്രക്ചർ ആണ് പഠിച്ചത്. ഇഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇഫിന്റെ അടിയിൽ എഴുതാം. ഇഫ്, എലിഫ്, എൽസ്. പിന്നെ രണ്ടാമത് വൈൽ ലൂപ്പ്. വൈൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്. നമ്പർ ഓഫ് ഇറ്ററേഷൻസ് പ്രീവിയസ്ലി അറിയണം എന്നില്ല, അറിയാത്ത കേസിലൊക്കെ നമ്മൾ വൈൽ ലൂപ്പാണ് ചെയ്യാം. പിന്നെ ഫോർ ലൂപ്പ്, അത് നമുക്കൊരു റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് ഇറ്ററേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ ഡെഫിനിറ്റ് ലൂപ്പ് എന്നാണ് പറയാ. നമ്പർ ഓഫ് ഇറ്ററേഷൻസ് പ്രീവിയസ്ലി നോൺ ആണെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ 12 വരെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പൊ അത് നോൺ ആണ്, എത്ര ടൈംസ് ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മുന്നറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കേണ്ടത്, സംശയമില്ല. ഞാൻ നിങ്ങളോട് പക്ഷെ അതേ ടാസ്ക് തന്നെ വൈൽ ലൂപ്പ് വെച്ചിട്ടും ചെയ്യാൻ പറയാണ്. അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് അങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ ഇനി ഞാൻ പറയാൻ പോണത് ഈ 3 കൺട്രോൾ സ്ട്രക്ചേഴ്സിന് നമുക്ക് നെസ്റ്റ് ചെയ്യാം. നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ്, അതാണ് ഇനി പറയാൻ പോണത്. അതായത് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറെ ലൂപ്പ് എഴുതാം. അതായത് ഒരു ഫോറിന്റെ ഉള്ളിൽ വേറെ ഫോർ എഴുതാം, ഒരു വൈലിന്റെ ഉള്ളിൽ വേറെ വൈൽ എഴുതാം, ഒരു ഇഫിന്റെ ഉള്ളിൽ വേറെ ഇഫ് എഴുതാം. അല്ലെങ്കിൽ
അതിനെയാണ് സാധാരണ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയാം. ഒരു ഫോറിന്റെ ഉള്ളിൽ വേറെ ഫോർ എഴുതുക. ഓക്കെ, പിന്നെ ഒരു ഫോറിന്റെ ഉള്ളിൽ വൈൽ എഴുതാട്ടോ, അത് നെസ്റ്റിംഗ് എന്ന് പറയില്ല, കാരണം രണ്ട് ഡിഫറെന്റ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് എഴുതാം, അതിന്റെ ഉള്ളിൽ പിന്നെയും വേറെ ഫോർ ലൂപ്പ് എഴുതാം. എത്ര വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് നെസ്റ്റ് ചെയ്ത് എഴുതി പോവാം. നമുക്ക് ഓരോ ടാസ്ക് അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ നെസ്റ്റ് ചെയ്ത് എഴുതേണ്ടി വരും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ഒരു ചെറിയ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ തന്നെ വരും. 4i in range, ഞാൻ അവിടെ ഇങ്ങനെ എഴുതി 1,4 എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് ഐയുടെ വാല്യൂ ഉണ്ടാവുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഐയുടെ വാല്യൂ 1 സ്റ്റാർട്ട് ചെയ്യും, 1, 2, 3 3 വരെ വാരി ചെയ്യും. ഐയുടെ വാല്യൂ എത്രയായിരിക്കും? 1, 2, 3 അതായിരിക്കും ഐയുടെ വാല്യൂ. അപ്പൊ ഞാൻ ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് എഴുതാൻ പോവാണ്. 4j in range, അവിടെ ഞാൻ വേറൊരു ഓപ്ഷനെ കൊടുക്കണേ 1,3. വേണ്ട, ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? ഒരു ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വേറെ ഫോർ ലൂപ്പ് എഴുതി. പക്ഷെ രണ്ടാമത്തെ ഫോർ ലൂപ്പിന് ശ്രദ്ധിക്കണം, ഇൻഡന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അത് ആദ്യത്തെ ലൂപ്പിന്റെ ഉള്ളിലാവുള്ളൂ. ഇപ്പൊ എന്താ വന്നേ? ഇപ്പൊ ജെയുടെ വാല്യൂ എങ്ങനെ വാരി ചെയ്യും? ജെയുടെ വാല്യൂ 1,2 എന്നാവും. 1,2. ഐയുടെ വാല്യൂ 1, 2, 3. ജെയുടെ വാല്യൂ 1, 1 2 ആവും. അപ്പൊ ഇനി ഞാൻ രണ്ടാമത്തെ ഫോർ ലൂപ്പിന്റെ ഉള്ളില് രണ്ട് ടാബ് അടിക്കണം. ഇനി രണ്ട് ഇൻഡന്റേഷൻ, ഇതിന്റെ ഈ ഇന്നർ ലൂപ്പിന്റെ ഇൻഡന്റേഷനിലാണ് ഞാൻ സംഗതികൾ എഴുതാൻ പോണത്. അവിടെ ഞാൻ എഴുതി പ്രിന്റ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ തന്നെയാണ് ഞാൻ എഴുതാൻ പോണത്. അവിടെ ഞാൻ ആദ്യം ഒരു സ്ട്രിങ് എഴുതി. സ്ട്രിങ് ആദ്യത്തെ എഴുതാൻ പോണത് ഐയുടെ വാല്യൂ ആണ്, ഐ. ഓക്കെ, ഐയുടെ വാല്യൂ നമുക്കറിയാം. ഞാൻ അവിടെ ഐ ഈക്വൽ ടു എന്ന് എഴുതി. ഐ ഈക്വൽ ടു പിന്നെ കോമ ഐയുടെ വാല്യൂ എഴുതി. അപ്പൊ ഐയുടെ വാല്യൂ വരും. ഇനി ഞാനിവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ് ഉപയോഗിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നെയാണ് ഇപ്പൊ ഞാൻ ചെയ്യണത്. എന്നാലും ഞാൻ പക്ഷെ അത് മുഴുവൻ ചെയ്യണില്ല. നിങ്ങൾക്ക് 12 വരെ ചെയ്യണം. ഞാനിത് ചെറിയൊരു ടേബിൾ പോലെ പ്രിന്റ് ചെയ്യണുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ എഴുതി വരിക? ഐ ഈക്വൽ ടു അങ്ങനെ തന്നെ വരും. പിന്നെ ഐയുടെ വാല്യൂ വരും. പിന്നെ എന്താ ചെയ്യണേ? പിന്നെ ജെ ഈക്വൽ ടു എന്ന് എഴുതണം. ജെ ഈക്വൽ ടു എന്നെഴുതി, അല്ല അവിടെ കോമ ഇടണം. ഓരോ ഇതിന്റെ പ്രിന്റിൽ ഓരോ ആർഗ്യുമെന്റ് കഴിയുമ്പോൾ കോമ ഇടണം. കോമ ജെ ഈക്വൽ ടു എന്ന് എഴുതി, ജെയുടെ വാല്യൂ എഴുതി. ഇനി നമ്മള് വെറുതെ വീണ്ടും ഒരു ഈക്വൽ ടു വേണം, സ്ട്രിങ് ആയിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ അതിന് സ്ട്രിങ് ആയിട്ട് പ്രിന്റ് ചെയ്തു. ഈക്വൽ ടു വീണ്ടും കോമ ഇട്ടു. ഞാനിവിടെ ഐ ഇൻറ്റു ജെ എന്ന് എഴുതി. ക്ലിയർ ആയോ? എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേൾക്കണില്ലേ നിങ്ങള്? പ്രിന്റിന്റെ ഉള്ളിൽ എഴുതിയിരിക്കണം എന്താന്ന് നോക്കുക. അപ്പൊ ഐയുടെ വാല്യൂ 1, 2, 3 അങ്ങനെ വാരി ചെയ്യും. അതിന്റെ ഉള്ളിലുള്ള നെസ്റ്റഡ് ലൂപ്പാണത്. രണ്ടാമത്തെ ജെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ലൂപ്പാണ്. ജെയുടെ വാല്യൂ 1,2 അങ്ങനെ വാരി ചെയ്യും. അപ്പൊ പ്രിന്റിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എഴുതി വരിക? സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഐ ആദ്യം 1 ആവുമ്പോ ജെക്ക് ആദ്യം നമ്മൾ 1 ഉം 2 എന്ന് പറഞ്ഞ കേസ് എടുക്കണ്ടേ? വേണം. അതാണ് കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ 2 ആവുന്ന കേസിൽ വീണ്ടും ജെക്ക് 1 ഉം 2 എന്ന് പറഞ്ഞ കേസ് എടുത്തിട്ട് അങ്ങനെയല്ലേ പോവാ? യെസ്, എക്സാക്ട്ലി, അബ്സല്യൂട്ട്ലി കറക്റ്റ്. ആ ഐഡിയ തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതായത് ഔട്ടർ ലൂപ്പിന്റെ വാല്യൂ ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ ജെയുടെ ഇന്നർ ലൂപ്പിന്റെ വാല്യൂ 1 ഉം 2 ആവും.
വീണ്ടും ഔട്ടർ ലൂപ്പിന്റെ വാല്യൂ 2 ആവും. അപ്പൊ ഇന്നർ ലൂപ്പിന്റെ വാല്യൂ 1ഉം 2ഉം ആവും. വീണ്ടും ഔട്ടർ ലൂപ്പ് ഐയുടെ വാല്യൂ 3 ആവും. അപ്പൊ ജെയുടെ വാല്യൂ 1ഉം 2 ആവും. അനക്സ് അല്ല പറഞ്ഞത്? അതെ സർ. അത് വളരെ കറക്റ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്താണ് ഇപ്പൊ ഇവിടെ എഴുതി വരിക? ഒന്ന് ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഐ ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതി വരും. ഐയുടെ വാല്യൂ വരും. ഇൻറ്റു എക്സ്, ഇൻറ്റുവിന് പകരം ഞാൻ എക്സ് ഇട്ടിരിക്കണം, ക്യാപിറ്റൽ എക്സ്, അത് അങ്ങനെ തന്നെ എഴുതി വരും. ജെ ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതി വരും. ജെയുടെ വാല്യൂ വരും. ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതി വരും. കാരണം കോട്സിന്റെ ഉള്ളിലുള്ളതൊക്കെ സ്ട്രിങ് ആണ്, അങ്ങനെ തന്നെ എഴുതി വരും. പിന്നെ ഐ ഇൻറ്റു ജെ എഴുതി വരും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടുന്നുണ്ട് എന്താ വരാന്ന്? ഞാൻ എൻ്റർ ചെയ്യാം, ശ്രദ്ധിക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഇതുപോലെ നന്നായിട്ട് ആലോചിച്ച് എന്താണ് ഔട്ട്പുട്ട് വരാന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിക്കുക. എന്നിട്ട് എങ്ങനെയാ ഇതിൽ പരീക്ഷണം നടത്തുക? പ്രോഗ്രാമിൽ നിങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ എഴുതുക, നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ ഐഡിയ ഉപയോഗിച്ച് എഴുതുക. എന്നിട്ട് ഇങ്ങനെ ഔട്ട്പുട്ട് വരും എന്ന് നിങ്ങൾ വിചാരിക്കണം. എന്നിട്ട് എൻ്റർ ചെയ്ത് നോക്കണം. അല്ലാതെ എപ്പോഴും എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കില്ല. കാരണം പ്രോഗ്രാമറുടെ ഉള്ളിലുള്ള ആശയമാണ്. നമ്മളെ ഒരു പെയിന്റർ അല്ലെങ്കിൽ ഒരു പെയിന്റിങ് ചെയ്യുന്ന ആളൊക്കെ എന്താ ചെയ്യാ? അയാളുടെ ഉള്ളിൽ ഒരു ആശയം ഉണ്ടാവും. ആശയം അയാള് ഔട്ട്പുട്ടിലേക്ക് ഒരു പെയിന്റിങ് പോലെ കൊണ്ടുവരുന്ന പോലെ പ്രോഗ്രാമറുടെ ഉള്ളില് ഈ ലോജിക്ക് വേണം. മനസ്സിലായില്ലേ? ആ ലോജിക്ക് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുകയാണ്. അപ്പൊ നമുക്കാണ് ഐഡിയ വേണ്ടത്. അല്ലാതെ കമ്പ്യൂട്ടർ ഈസ് എന്താ പറയാ, ഒരു വിഡ്ഢിപ്പെട്ടി പോലെ സംഭവമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിവുള്ള ഒരു എന്താ പറയാ, ഫൂൾസ് ബോക്സ് എന്ന് അങ്ങനെ പറയില്ലേ. പക്ഷെ അവന് എന്ത് ചെയ്യാൻ കഴിവുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ ആള് ചെയ്യും. അതാണ് ഇപ്പൊ ഈ റോബോട്ടിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കുറെ ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് റിസർച്ച് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കംപ്ലീറ്റ് ഇതാണ്. ഈ ലോജിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, പല ഷോപ്പുകളിലൊക്കെ റോബോട്ട്സ് ചായ കൊണ്ടു കൊടുക്കുന്നു. അതുപോലെ ഹോസ്പിറ്റൽസിൽ ഈ കൊറോണ പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ മരുന്ന് ഓരോ ഡോറിൽ എത്തിക്കണം. ഐസൊലേഷൻ വാർഡിലൊക്കെ മരുന്ന് റോബോട്ട്സ് ആണ് എത്തിക്കണത്. അതുപോലെ ഈ സ്പേസിലൊക്കെ പോയിട്ട് എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്താൻ പോകുന്നത്, മാർസിൽ പോയിട്ടും ഇപ്പൊ അവിടുത്തെ സാമ്പിളുകളൊക്കെ ശേഖരിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവിടുന്ന് റിസൾട്ടുകളൊക്കെ കൊണ്ടുവരുന്നത് എല്ലാം ഈ കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. പിന്നെ അവസാനം റോബോട്ട്സ് ഒക്കെ ആക്കി മാറ്റണം. അത് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമറുടെ കഴിവാണത്. ഈ കമ്പ്യൂട്ടറിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞാൽ എന്ത് പണിയും ചെയ്തു തരും. ഒരു ജീവനെ ഉണ്ടാക്കാനൊക്കെ മാത്രമാണ് ഇതിന് പറ്റാത്ത. മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് മനുഷ്യർക്ക് തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അനിമൽസിന്, ചെടി ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ ചെടിക്ക് തന്നെ അത് പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് പറ്റില്ല. പക്ഷെ അതുവരെയുള്ള എല്ലാ ടാസ്കും ഇവൻ ചെയ്യും. ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ മനുഷ്യർക്ക് എത്താൻ പറ്റാത്ത ഏരിയകൾ, ഇപ്പൊ സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഖനിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്കോ അവിടേക്കൊന്നും മനുഷ്യർക്ക് പോകാൻ പറ്റൂല. അതൊക്കെ നമുക്ക് റോബോട്ട്സിനെയും കമ്പ്യൂട്ടറിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ആള് ചെയ്തിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് പ്രോഗ്രാമറുടെ കഴിവാണ്. അതിനാണ് ഈ പ്രോഗ്രാമിംഗ് പഠിക്കണത്, കോഡിങ് പഠിക്കണതും അൽഗോരിതം പഠിക്കണതും ഒക്കെ അതിനാണ്. അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ ഇത് എഴുതി ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടിട്ടല്ല നമ്മൾ പഠിക്കുക. ഔട്ട്പുട്ട് നമ്മൾ മുൻകൂട്ടി ആലോചിക്കണം. ഇങ്ങനെയായിരിക്കും വരിക എന്ന് പറയണം. അപ്പൊ ഇപ്പൊ ഇതിൽ വരും ഇങ്ങനെ തന്നെയാണ്. ഐയുടെ വാല്യൂ 1 വരും, J1 2 വരും. ഐയുടെ വാല്യൂ 2 വരും, J1 2 വരും. ഐയുടെ വാല്യൂ 3 വരും, J1 2 വരും. അങ്ങനെയാണ് അത്. അപ്പൊ 6 റോസ് ആണ് പ്രിന്റ് ചെയ്യുക. അതില് ഇങ്ങനെ വരും ഔട്ട്പുട്ട്. കണ്ട, I ഈക്വൽ ടു 1 ഇൻറ്റു J ഈക്വൽ ടു 1. ഉത്തരം അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഈക്വൽ ടു കളഞ്ഞാൽ ശരിയാവില്ല അല്ലേ? ഇത് വളരെ കറക്റ്റ് ആണ്. ഇതിന്ന് ഈ ഡിസ്പ്ലേയിൽ നിന്ന് വളരെ കറക്റ്റ് ആണ് എങ്ങനെയാണ് ഇത് വാരി ചെയ്യണത്. കണ്ട, ഐയുടെ വാല്യൂ 1 1, ജെയുടെ വാല്യൂ 1 2. ഐയുടെ വാല്യൂ 2 2, ജെയുടെ വാല്യൂ 1 2. ഐയുടെ വാല്യൂ 3 3, ജെയുടെ വാല്യൂ 1 2. മനസ്സിലായില്ലേ? അതനുസരിച്ച് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 1 2 2 4 3 6. അത് വേറൊരു സീക്വൻസ് ആണ്. അത് സാധാരണ ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നുമല്ല.
അപ്പൊ ഞാൻ ഇതിന്റെ ഇന്നർ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണിത്. അപ്പൊ ഔട്ടർ ലൂപ്പിലെ ഒരു വാരിയബിള് ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ആ വാല്യൂ വെച്ചിട്ട് ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? വീണ്ടും ഔട്ടർ ലൂപ്പിന്റെ അടുത്ത വാല്യൂ എടുക്കും, എന്നിട്ട് ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും ഔട്ടർ ലൂപ്പിന്റെ ഒരു അടുത്ത വാല്യൂ എടുക്കും, ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായ? അങ്ങനെയാണ് ഈ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് വർക്ക് ചെയ്യുക. ഇത് വൈൽ ലൂപ്പിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണിത്. വൈൽ ലൂപ്പും നെസ്റ്റ് ചെയ്യാം, അതുപോലെ ഇഫ് ലൂപ്പും നമുക്ക് നെസ്റ്റ് ചെയ്യാം. ഇഫ് ലൂപ്പ് അല്ല, ഇഫ് ഒരു കണ്ടീഷണൽ സ്ട്രക്ചർ ആണ്. അതും നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ഇഫ് ഉള്ളിൽ എഴുതി പോവാം. അതൊക്കെ നമ്മുടെ ഓരോ ആവശ്യം അനുസരിച്ചിരിക്കും. എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യണം, ഇന്ന കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ എന്നൊക്കെ. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൊക്കെ അങ്ങനെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് ഒക്കെ വരുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് നെസ്റ്റിംഗ് ഓഫ് ഇഫ് വരും. ഡിസ്ക്രിമിനന്റ് പല പ്ലസ് ആവാം, മൈനസ് ആവാം, 0 അങ്ങനെയൊക്കെ വെച്ചിട്ട്. ആ പറഞ്ഞോ. ഇത് ഞാനിപ്പോ തന്നെ മറ്റേ ആപ്പിൽ ചെയ്തപ്പോ എറർ കാണിക്കുന്നത്. അത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എന്റെ എറർ ആയിരിക്കുള്ളൂ. അത് അല്ലത് വേറെ ഏത് പൈത്തണാണ്? ഇത് പുതിയതാണോ? അല്ല, ഇതിലിപ്പോ ഏത് പൈത്തൺ ആണെങ്കിലും ഒരേ റിസൾട്ട് തന്നെ കാണിക്കുക. ഇതൊന്നും അങ്ങനെ വ്യത്യാസമൊന്നും കാണിക്കില്ല. അത് നിങ്ങൾ വല്ല എവിടെയെങ്കിലും കോമ ഇടാണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കുള്ള എറർ. കോമയൊക്കെ ഇടാൻ മറന്നുപോകും. ഈ പ്രിന്റിന്റെ ഉള്ളില് ഓരോന്നും തമ്മിൽ കോമ ഇടണം. മിക്കവാറും അതായിരിക്കും തെറ്റിണ്ടാവുക. എവിടെയെങ്കിലും ഒരു കോമ ഇടാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് മനസ്സിലാവൂല എന്താ സംഭവം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. ഞാനത് എങ്ങനത്തെ എററൊന്ന് കാണിച്ചു തരാം. പക്ഷെ ബെറ്റർ നിങ്ങൾ തന്നെ ഇത് എറർ ഡീബഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് പഠിച്ചോളും. ഒരാളുടെ സഹായം സ്വീകരിക്കരുത്. നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്കും റൂൾസും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിന്റെ എറർ കണ്ടുപിടിക്കുക. നമ്മൾ ഈ സാധാരണ വീഴാൻ പഠിക്കും, കൊച്ചു കുട്ടികൾ നടക്കാൻ പഠിക്കില്ല, അതുപോലെ തന്നെയാണ് ഈ പ്രോഗ്രാമിങ്. നമുക്ക് എററൊക്കെ പറ്റും, പക്ഷെ നമ്മൾ ആ ഓരോ എറർ പറ്റണേന്നും നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉടനെ സ്ട്രൈക്ക് ചെയ്യും, ഇതാണ് കറക്റ്റ്. അപ്പൊ നമ്മൾ അത് പിന്നെ ആ എറർ നമ്മൾ വരുത്തില്ല, പിന്നെ വേറെ എറർ ആയിരിക്കും വരിക. പക്ഷെ നമുക്ക് എപ്പോഴും ആ പഴയ മെമ്മറി ഉള്ളത് കൊണ്ട് നമുക്ക് പുതിയ എററുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത്, നമ്മള് പ്രൈം നമ്പറിന്റെ എക്സാമ്പിള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? പ്രൈം നമ്പർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അയച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും എക്സാമ്പിൾ ഡിസ്ക്രൈബ് ചെയ്യണോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടായിരുന്നു, പ്രൈം നമ്പർ ഉണ്ടായിരുന്നു, പിന്നെ ഏതാ? ലീപ് ഇയർ ആയിരുന്നു സർ. ലീപ് ഇയർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി. ഞാനത് പബ്ലിക്കായിട്ട് കോമൺ ആയിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്കും ഒറ്റയ്ക്കായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പരമാവധി നമ്മൾ തന്നെ റൂൾസ് കണ്ടുപിടിച്ച് ഓരോന്നും കറക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് കണ്ടു കഴിഞ്ഞ് കോഡിൽ നിന്ന് മനസ്സിലാക്കി എടുത്താലും മതി. അപ്പൊ ഡീകോഡിങ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കോഡ് ഒരാൾ എഴുതി, അതിൽ നിന്ന് നമ്മൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എന്ത് പറയും? ഡീകോഡിങ് എന്ന് പറയും. ഡീകോഡിങ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റാ. ഈ കമ്പ്യൂട്ടർ മേഖലയിൽ ഡീകോഡിങ് വളരെ ഇമ്പോർട്ടന്റാ. അവരെ ഹാക്കേഴ്സ് എന്നൊക്കെയാണ് സാധാരണ പറയാ. അവര് ഭയങ്കര സംഭവങ്ങളാണ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രാജ്യം വേറെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ സീക്രട്സ് ഒക്കെ ആയിട്ടാണ് വെക്കുക. അപ്പൊ അവര് ഈ കോഡിങ് ചെയ്യുമ്പോൾ തന്നെ അതിൽ അവര് എന്താ പറയാ ക്രിപ്റ്റിങ് നടത്തും. ഒരുപാട് എന്താ പറയാ മെസ്സേജ്, ഇപ്പൊ വാട്സപ്പ് ഒക്കെ മെസ്സേജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്കൊക്കെ വിടുമ്പോൾ അവര് അതിന്റെ ഇടയ്ക്ക് വെച്ച് ആരും ഇത് രഹസ്യം ചോർത്താണ്ടിരിക്കാൻ, ഈ മെസ്സേജ് ആരും ചോർത്താണ്ടിരിക്കാൻ എൻഡ് ടു എൻഡ് ഡീക്രിപ്റ്റിംഗ് ഒക്കെ നടത്തുവരും. ക്രിപ്റ്റോ, അതായത് അതിൽ കുറെ ഇടയ്ക്കുള്ള ഒരാള്, ഇപ്പൊ ഞാൻ അനക്സ് ഇപ്പൊ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ, ഇപ്പൊ അത് വേണമെങ്കിൽ ഇപ്പൊ ഈ ടെലിഫോണിന്റെ
BSNL-നോ അല്ലെങ്കിൽ ജിയോക്കാർക്കൊക്കെ വേണമെങ്കിൽ അത് ചോർത്താൻ പറ്റും. അപ്പൊ അവർക്ക് ആ മെസ്സേജ് എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് എന്താണ് ഈ മെസ്സേജ് എന്നൊക്കെ, അപ്പൊ നമ്മുടെ പ്രൈവസി പോയി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മെസ്സേജ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നടത്തും. എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് വിടുക. അതായത് ഇടയ്ക്കുള്ള ഒരാൾ ചോർത്തി കഴിഞ്ഞാൽ അയാൾക്ക് വെറുതെ കുറെ സിമ്പിൾസ് മാത്രമേ കിട്ടുള്ളൂ. അതെന്താ സംഭവം എന്ന് പിടികിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ ഈ ഡീകോഡ് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്കാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സിലബസിലൊന്നും ആരും പഠിപ്പിക്കില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മളത് ശരിക്കും പറഞ്ഞാൽ അത് അപ്പൊ എല്ലാവരുടെയും പ്രൈവസി, എല്ലാവരും പറയണ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ പ്രൈവസി പോയി, സീക്രസി ഒക്കെ പോയി. അപ്പൊ രാജ്യങ്ങൾക്കാണെങ്കിൽ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിഫൻസിനൊക്കെ ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അതൊക്കെ സൂക്ഷിക്കുക, ഡാറ്റകളും ഇൻഫർമേഷൻസ് ഒക്കെ. അപ്പൊ അതിങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അതൊക്കെ അവർ സെൽഫായിട്ട് പഠിച്ചെടുക്കുന്നതാണ്. ഒരു സിനിമയിൽ നാളെ ഞാൻ കണ്ടായിരുന്നു ഒരു പയ്യൻ, അത് ഏത് സിനിമയാണ്, അവനിങ്ങനെ എല്ലാം ഇങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുവാൻ. ഓർക്കുണ്ടോ നിങ്ങൾ ഏത് സിനിമയാണ്? എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഏതൊരു സിനിമയാണ്. അതില് വേറൊരു റോബിൻഹുഡ് ആണോ? റോബിൻഹുഡ്. അതാന്ന് തോന്നുന്നു. ഒരു പയ്യൻ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് അവന്റെ കയ്യിൽ എല്ലാവരുടെയും മൊബൈൽ നമ്പർ ഉണ്ട്. അതൊക്കെ അവൻ മുമ്പേ ചോർത്തി വെച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാവരുടെയും മൊബൈൽ നമ്പർ പുള്ളിയുടെ കയ്യിലുണ്ട്. പിന്നെ അത് വെച്ചിട്ട് പുള്ളി എന്തൊക്കെയോ അങ്ങനെ ട്രേസ് ചെയ്തിട്ട് നമ്മുടെ നായകനെ ഹെൽപ്പ് ചെയ്യുന്ന നായകൻ, പോലീസിന് സാധാരണ ഇത് കിട്ടും, അവർക്ക് അതിനുള്ള വിങ് ഒക്കെ ഉണ്ട്. പോലീസിനും മിലിറ്ററിക്കൊക്കെ ഇങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള വിങ് ഒക്കെ ഉണ്ട്. കാരണം അവർക്ക് പല കാര്യങ്ങൾ അങ്ങനെ പിടിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് അതിനുള്ള വിങ് ഉണ്ട്. പക്ഷെ പബ്ലിക്കിന് ഇത് ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ല. പബ്ലിക്കിന്റെ ആ സേവനമാണ് അതിൽ നായകൻ ഉപയോഗിക്കുന്നത്. ഈ കാരണം അവന് പോലീസിന്റെ ഇന്ന് സഹായം കിട്ടില്ല. പോലീസ് അവനെ പിടിക്കാൻ നടക്കുക, നായകനെ. അപ്പൊ പോലീസ് ഇവന്റെ ഹെൽപ്പ് എടുത്തിട്ടാണ് എന്തൊക്കെയോ ട്രേസ് ചെയ്യണം. അങ്ങനെ ഒരു ഫിലിമില് ഞാൻ കണ്ടായിരുന്നു. ഒരാളാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഈ പുതിയ ഫിലിമുകളിലൊക്കെ വരുന്നത് ഈ ഒരു ട്രെൻഡാണത്. അതുപോലെ 3D ഇപ്പൊ ഈ അടുത്ത് കണ്ടില്ലേ, 3 ഡയമെൻഷനലായിട്ട് വിർച്വൽ കോൺഫറൻസ് നടത്താം. അതായത് രണ്ട് ആൾക്കാർ അടുത്തടുത്ത് നിൽക്കുന്ന പോലെ, ഒരാൾ അമേരിക്കയിലോ ഒരാൾ ഇന്ത്യയിലായിരിക്കും, പക്ഷെ നമുക്ക് അടുത്തടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ അതേ ഇഫക്റ്റ് 3 ഡയമെൻഷൻ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ആണ് ഈ കമ്പ്യൂട്ടറിന് കേട്ടോ. അപ്പൊ സാധാരണ ഇപ്പൊ അങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് മനുഷ്യന്റെ ബുദ്ധി നമ്മള് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ ട്രൈ ചെയ്യാണ്. അതാണ് പല ഈ റോബോട്ട്സ് ഒക്കെ, ഒരു സിനിമയൊക്കെ ഇല്ലേ നമ്മുടെ ഒരു സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു സിനിമ റോബോട്ട്സ്. മകൻ ജപ്പാനിലാണ്, അപ്പൊ മകൻ അച്ഛനെ സഹായിക്കാനായിട്ട് റോബോട്ടിന് കൊടുക്കണു. അപ്പൊ പിന്നെ അവസാനം റോബോട്ടായിട്ട് ആള് ഭയങ്കര ഫ്രണ്ട്ലി ആവണം, ഒരു സ്വന്തം എല്ലാ സഹായം ചെയ്തു തരുന്ന കാരണം റോബോട്ട്സ് ആയിട്ട് ഫ്രണ്ട് ആവണു. അപ്പൊ അങ്ങനെ ഒരുപാട് സ്കോപ്പ് ഇനി വരുന്ന കാലഘട്ടങ്ങളിലുണ്ട് ഈ കമ്പ്യൂട്ടർ ഫീൽഡിൽ കേട്ടാ. ഫിസിക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇൻഫർമേഷൻ ഒക്കെ ഉള്ളത് ഫിസിക്സിൽ നിന്നാണ്. അല്ലാതെ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ഇൻഫർമേഷനൊന്നുമില്ല. കമ്പ്യൂട്ടർ ഫീൽഡിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല. ഇൻഫർമേഷനൊക്കെ കിടക്കുന്നത് ഫിസിക്സിലും ബാക്കിയുള്ള സയൻസ് ബ്രാഞ്ചുകളിലൊക്കെയാണ്. പക്ഷെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജ്. അത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. ക്വാണ്ടം കമ്പ്യൂട്ടർ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ടാസ്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യണ മുഴുവൻ 2 ബിറ്റ്സ് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കമ്പ്യൂട്ടറിന്. ക്വാണ്ടം ബിറ്റ്സ്, ക്യൂബിറ്റ്സ് എന്ന് പറഞ്ഞ ക്യൂബിറ്റ്സ് ആകുമ്പോൾ അതിന് ഒരുപാട് സൂപ്പർ പോസ്ഡ് സ്റ്റേറ്റുകൾ പോസിബിൾ ആയതുകൊണ്ട് കമ്പ്യൂട്ടറിന് എനോർമസ് പവർ ആയിരിക്കും ക്വാണ്ടം കമ്പ്യൂട്ടറിനൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റിസർച്ച് നടക്കുന്ന ഏരിയകളൊക്കെ. അപ്പൊ ഫിസിക്സ് പഠിച്ച ആളുകൾക്കും അങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്കൊക്കെ പോവാം. അതുപോലെ അതില് ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച ആളുകളും അതുപോലെ പ്രോഗ്രാമിംഗ് പഠിച്ച എഞ്ചിനീയേഴ്സും ഒക്കെ കമ്പൈൻ ചെയ്താലാണ്, അവർ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്താലാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് ഇപ്പൊ ആ ഏരിയയിൽ. ഏത് രാജ്യമാണ് ആദ്യം ഉണ്ടാക്കണേന്നുള്ളൊരു സൂപ്പർ കമ്പ്യൂട്ടറുകളിലൊക്കെ കാലമൊക്കെ പോയി. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു വരവാണ് നമ്മൾ അടുത്ത ഇയറുകളൊക്കെ,
അടുത്ത കൊല്ലങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെയുള്ള പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. അത് ഇനി ആളുകളുടെ അടുത്തും കൂടെ എത്തിക്കഴിഞ്ഞാൽ, പേഴ്സണൽ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത്രയ്ക്ക് അധികം എന്താ പറയാ, നല്ലതും പൊട്ടയായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് നമ്മൾ പഠിച്ചു. അതുപോലെ ബ്രേക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്കിന്റെ പോലെ കണ്ടിന്യൂ എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ബ്രേക്ക് ഞാൻ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് ബ്രേക്ക് പറഞ്ഞാൽ അത് ആ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യും, ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. പ്രോഗ്രാമിൽ നിന്നല്ല, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഇവിടെ എന്തൊരു ചാറ്റ് മെസ്സേജ്, അഞ്ചാം പാതിര ആണെന്നോ, അഞ്ചാം പാതിര അല്ല, അതാന്ന് തോന്നുന്നു. എനിക്ക് സിനിമയുടെ പേര് എനിക്കറിയില്ല. ഞാൻ ആ ഫിലിം ഞാൻ കണ്ടായിരുന്നു, അഞ്ചാം പാതിരയാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇതില് ഈ നോട്ട്സ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. അപ്പൊ ഇനി ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചത്. നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് കണ്ടില്ലേ? ഇതിൽ ഞാൻ പറഞ്ഞ അസൈൻമെന്റ് ഓൾറെഡി ഇതിലുണ്ട്. ഫോർ ലൂപ്പ് വെച്ചിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യുന്ന അസൈൻമെന്റ് ഓൾറെഡി ഇതിലുണ്ട്. പക്ഷെ നിങ്ങൾ അത് വൈൽ ലൂപ്പ് വെച്ചിട്ടും കൂടെ ചെയ്യണം. അപ്പൊ ഞാൻ രണ്ടും കൂടിയിട്ടാണ് അസൈൻമെന്റ് തരാൻ പോണത്. അപ്പൊ ഇതും എഴുതണം, ഇതിന്റെ കൂടെ വൈൽ ലൂപ്പ് വെച്ചിട്ടും നമ്മൾ പ്രിന്റ് ചെയ്യണം. ഇനി നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1 മണിക്കൂറായാണ്. 12:20 അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ ഞാനൊരു ബ്രേക്ക് തന്നാലോ? ബ്രേക്ക് തട്ടെ? ഹലോ, ഓഡിബിൾ അല്ലേ? അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഒരു ബ്രേക്ക് തരാം. 1 മണിക്കൂറായി. ഇനിയിപ്പോ നിങ്ങൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് 1:20 അല്ലേ, ഞാനൊരു 2:02 2:02 വേണമെങ്കിൽ ആദ്യം എടുക്കാം.